ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം കലൂരിൽ നിന്നും ആവാം എന്ന് വിചാരിക്കുന്നു. ലൈറ്റായിട്ട് മതി, എന്തെങ്കിലും ഇഡലിയോ ദോശയോ എന്തെങ്കിലും കഴിച്ച് അവസാനിപ്പിക്കാം. ഹെവിയായിട്ട് കഴിച്ചാലേ വന്ന കാര്യം നടക്കില്ല. കലൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു ജനത്തിരക്കാണ്. ഇതൊക്കെ നിത്യേന കൂലിപ്പണിയായി ബന്ധപ്പെട്ട് പോകുന്ന ജീവനക്കാരെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഈ ഭാഗത്തുനിന്ന് കലൂർ പ്രദേശത്തുനിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് നമുക്കിനി ചെല്ലേണ്ടത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തേക്കാണ്. പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് ബസ്സിലൂടെ സൗത്തിലേക്ക് എത്താം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് ഈ കാണുന്നതിൽ ഭൂരിഭാഗം പേരും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറമേയുള്ള സംസ്ഥാനത്തുള്ളവരാണ്. എന്തെങ്കിലും കൂലിപ്പണിയായിട്ടോ പറമ്പ് വൃത്തിയാക്കലോ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്ത് പണിയുണ്ടെങ്കിലും ആവശ്യക്കാർ കലൂർ സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് എത്തുന്നതാണ് എറണാകുളത്തെ ഒരു ശീലം. ഇവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള ജീവനക്കാരെ കൂട്ടിക്കൊണ്ട് എന്നതാണ് ഇവിടുത്തെ പതിവ്. ഈ ജനത്തിരക്ക് ഏതാണ്ട് രാവിലെ ഒരു 10-11 മണി വരെ ഉണ്ടാകും എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ലോട്ടറി കടകളാണ് കൂടുതലും കാണുന്നത്. ഭക്ഷണം കഴിക്കാനായിട്ട് ചായക്കടകളൊന്നും കാണുന്നില്ല. ഒരു കട കാണുന്നുണ്ട്, നമുക്ക് കയറി നോക്കാം. ദോശ ഇഡലിയോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാം. എന്താണ് പ്രഭാതത്തിൽ കഴിക്കാനുള്ളത്? കണ്ടിട്ട് നോൺ വെജ് കടയാണെന്ന് തോന്നുന്നു. അതേലാട്ടോ ഇവിടുത്താളാണ്. ദോശ ഇഡലിയോ വല്ല വേണ്ട, മസാല ദോശ നെയ്റോസ്റ്റ് അത് നമുക്ക് ഗ്യാസാണ്. മസാല ദോശ നെയ്റോസ്റ്റ് എന്ന് പറയുമ്പോൾ അവരെ ഹോട്ടലുകാരെ കുറ്റം പറയാൻ നിൽക്കുകയില്ല. കാരണം 4 ഇഡലി ചമ്മന്തിയും സാമ്പാറും വിളമ്പി കൊടുത്താൽ എന്ത് കിട്ടാനാണ്? അതിലും ഭേദം ഒരു ഇഡലിയുടെ മാവ് കൊണ്ട് തന്നെ 100 ഗ്രാം ഉരുളക്കിഴങ്ങ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റൊരു ബില്ല് വാങ്ങിക്കാം. അതുകൊണ്ടാണ് അത്രയും എളുപ്പപ്പണികൾ ചെയ്യുന്നത്. അവരുടെ കുറ്റമല്ല. കാരണം ഇന്ന് ഏതാണ്ട് അത്രത്തോളം തന്നെ സാധനങ്ങൾക്ക് നിത്യോപയോഗം. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യാൻ? എന്തായാലും നമുക്ക് അടുത്ത കട വല്ലതും ഉണ്ടോ നോക്കാം. ഇവിടെ ഞാൻ നോക്കിയിട്ട് ഈ കലൂർ സ്റ്റാൻഡിൻ്റെ ചുറ്റുപ്രദേശത്ത് മൊത്തം ലോട്ടറി കടയാണ്. 95% ലോട്ടറി കടയാണ്. കട കൂടാണ്ട് പുറമെ തട്ട് ലോട്ടറികളും വേറെയുണ്ട്. അപ്പോൾ നമ്മൾ വല്ലതും കഴിച്ചിട്ട് ഇവിടുന്ന് ബസ് കയറി പോകണമെന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ കഴിക്കാൻ ചായക്കടകളൊന്നും കാണുന്നില്ല. എന്താ ചെയ്യുക? അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകണം. കലൂർ സിഗ്നൽ കഴിഞ്ഞിട്ട് സെൻറ്റ് ആൻ്റണി പള്ളിയിൽ പോകുന്ന മാർഗമുണ്ട്. സെൻറ്റ് ആൻ്റണി ചർച്ചിൽ പോകുന്ന മാർഗം. ആ മാർഗത്തേക്ക് പോവുകയാണെങ്കിൽ, ആ റോഡിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചായക്കടകളുണ്ടാവും. എന്തായാലും പോയി നോക്കാം. എന്തായാലും കഴിക്കണം, കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു ഹോട്ടലുണ്ട്, ലേഡീസ് ഹോസ്റ്റൽ. ഹോട്ടലല്ല, ഹോസ്റ്റൽ.
ഞാൻ ഉദ്ദേശിച്ചത് ഈ ഭാഗമാണ്. ഇവിടെങ്ങാനും ചായക്കടകളുണ്ടോ എന്ന് നോക്കാം. ഹോട്ടലിൽ ചായക്കടകളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടാവാണ്ടിരിക്കില്ല. ബെസ്റ്റ് ബേക്കേഴ്സ്. അത് ബേക്കേഴ്സ് ആണോ അതോ റെസ്റ്റോറൻറ്റ് വിത്ത് റെസ്റ്റോറൻ്റ് ആണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതല്ലെങ്കിൽ വേറെ ഹോട്ടലുണ്ട്. ബേക്കേഴ്സാണ്. ബേക്കേഴ്സിൽ കൂടുതൽ സ്നാക്സ് ആയിരിക്കും. കൂൾ ഡ്രിങ്ക്സ്, ചായ, കാപ്പി അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് വിത്ത് സ്നാക്സ് അത് നമുക്ക് പറ്റില്ല. നമുക്ക് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചാലേ ശരിയാവുള്ളൂ.